ട്രേഡ് ചെയ്യാൻ ഒരു അക്കൗണ്ട് ഓപ്പൺ ആക്കുമ്പോൾ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് മെറ്റാട്രേഡർ 4 ആണോ യൂസ് ചെയ്യേണ്ടത്, മെറ്റാട്രേഡർ 5 ആണോ യൂസ് ചെയ്യേണ്ടതെന്ന്. അതിനൊരു ക്ലാരിഫിക്കേഷൻ ഈ വീഡിയോയിലൂടെ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ഡീൽ ചെയ്യുന്നത് ഫോറക്സ് ട്രേഡിംഗ്, സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ്, ക്രിപ്റ്റോ കറൻസി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകളാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി തന്നെ ലഭിക്കുന്നതായിരിക്കും. നമുക്കപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. മെറ്റാട്രേഡർ 4ഉം മെറ്റാട്രേഡർ 5ഉം പേര് കേൾക്കുമ്പോൾ തന്നെ അതിലെ സിമിലാരിറ്റി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. മെറ്റാട്രേഡർ അതായത് സൈപ്രസിലെ മെറ്റാകോഡ്സ് പുറത്തിറക്കിയ രണ്ട് ട്രേഡിംഗ് സോഫ്റ്റ്വെയറുകളാണ് മെറ്റാട്രേഡർ 4ഉം മെറ്റാട്രേഡർ 5ഉം. ഇവിടെയാണ് ഒരു കൺഫ്യൂഷൻ വരുന്നത്. ആ 4ഉം 5ഉം എന്നുള്ള നമ്പർ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താണ്, സാധാരണ ഒരു മെറ്റാട്രേഡർ 4 സിമ്പിളായിട്ട് മെറ്റാട്രേഡർ 4 അത് കഴിഞ്ഞൊരു മെറ്റാട്രേഡർ 5 നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചിന്തിക്കും, 4ന്റെ അപ്ഗ്രേഡഡ് വേർഷൻ ആണ് 5 എന്ന് ചിന്തിക്കും. എന്നാൽ ഇവിടെ അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. രണ്ട് പർപ്പസിന് വേണ്ടി തന്നെയുള്ള സോഫ്റ്റ്വെയറുകളാണ്. അത് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. മെറ്റാട്രേഡർ 4 തന്നെയാണ് ആദ്യം പുറത്തിറങ്ങുന്നത്. മെറ്റാട്രേഡർ 4ന്റെ ഉദ്ദേശം എന്തായിരുന്നു, ഫോറക്സിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോം. അതായിരുന്നു മെറ്റാട്രേഡർ 4. അതിനുശേഷം ഒരു 5 വർഷം കഴിഞ്ഞ് മെറ്റാട്രേഡർ 5 വന്നു. അതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു, ഫോറക്സിലേക്ക് മാത്രമല്ലാതെ ഫോറക്സിന് പുറത്തുള്ള മാർക്കറ്റുകൾ, ആക്ച്വലി അതാണ് അതിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ഫോറക്സിന് പുറത്തുള്ള മാർക്കറ്റുകൾ, സ്റ്റോക്കുകൾ, CFDകൾ, അത്തരത്തിലുള്ള പുറത്തുള്ള മാർക്കറ്റുകളിൽ ട്രേഡ് ചെയ്യുന്നതിലുള്ള കോൺസെൻട്രേഷനാണ് മെറ്റാട്രേഡർ 5 എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം, മെറ്റാട്രേഡർ 4 ആണ് ആക്ച്വലി ഫോറക്സിന് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുന്നത്. മെറ്റാട്രേഡർ 5 എന്താണ്, ഫോറക്സിന് പുറത്തുള്ള സ്റ്റോക്കുകൾ പോലെയുള്ള മറ്റ് സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകളിൽ ട്രേഡ് ചെയ്യപ്പെടുന്ന മറ്റ് മാർക്കറ്റുകൾ, സ്റ്റോക്കുകൾ, ഫ്യൂച്ചറുകൾ, CFDsകൾ, അത്തരത്തിലുള്ള CFDകളൊക്കെ അത്തരത്തിലുള്ള മറ്റ് മാർക്കറ്റുകൾ, മറ്റ് ഇൻസ്ട്രുമെന്റ്സിന്റെ കൂടി അവൈലബിലിറ്റിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ കോൺസെൻട്രേഷൻ വരുന്നതും ഫോറക്സിന് ഉപരിയായിട്ട് ഇത്തരത്തിലുള്ള മാർക്കറ്റുകളിലേക്കാണ്. മെറ്റാട്രേഡർ 4 ഒരു പഴയ പ്ലാറ്റ്ഫോമാണ്. മെറ്റാട്രേഡർ 5 പുതിയതാണ്. മെറ്റാട്രേഡർ 5നാണ് ടെക്നിക്കൽ സപ്പോർട്ട്, മെറ്റാകോഡ്സിന് ടെക്നിക്കൽ സപ്പോർട്ട് ഇപ്പോൾ ഉള്ളത്. എന്നിരുന്നിട്ടും എന്താണ്, മെറ്റാട്രേഡർ 4 ആണ് ഏറ്റവും കൂടുതൽ ട്രേഡേഴ്സ് യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്, അതിൻ്റെ സിംപ്ലിസിറ്റിയാണ്. അത് സിമ്പിളാണ്, റിലയബിൾ ആണ്. റിലയബിൾ ആണെന്ന് എടുത്തു പറയേണ്ട കാര്യമില്ല. മെറ്റാട്രേഡർ 5 റിലയബിൾ തന്നെയാണ്. സിംപ്ലിസിറ്റിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. കാരണം ഒരു ബിഗിനേഴ്സിന് പോലും വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൂളുകളാണ്, ചാർട്ട് സെറ്റപ്പുകളാണ്, വിൻഡോ സെറ്റപ്പുകളാണ് മെറ്റാട്രേഡർ 4ലുള്ളത്. മെറ്റാട്രേഡർ 4ൻ്റെ ഒരു കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. സിസ്റ്റത്തിൻ്റെ ട്യൂട്ടോറിയലുണ്ട്, മൊബൈൽ ട്യൂട്ടോറിയലും ചെയ്തിട്ടുണ്ട്. രണ്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കുകൾ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മുഴുവനായിട്ട് കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ എന്താണ് പറഞ്ഞത്, മെറ്റാട്രേഡർ 4 സിമ്പിളാണ്, മെറ്റാട്രേഡർ 5 കുറച്ചുകൂടി കോംപ്ലക്സ് ആണ്. അതുകൊണ്ട് ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് മെറ്റാട്രേഡർ 4 ആണ്. നിർബന്ധമായിട്ട് തന്നെയാണ് പറയുന്നത്. ബിഗിനർ ആണെങ്കിൽ നിർബന്ധമായിട്ടും ഏത് വെച്ച് നിങ്ങൾ ട്രേഡ് ചെയ്ത് തുടങ്ങുക, മെറ്റാട്രേഡർ 4 തന്നെ നിങ്ങൾ യൂസ് ചെയ്യുക. നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റോക്കുകൾ പോലെ മറ്റ് പല ഇൻസ്ട്രുമെന്റ്സ് നിങ്ങൾക്ക് മെറ്റാട്രേഡർ 4ൽ അവൈലബിൾ ആണ്. എന്നാൽ നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങളുടെ ട്രേഡിങ്ങിനെ നിങ്ങൾ കോംപ്ലക്സ് ആക്കണം. വെറുതെ നിങ്ങൾ കോംപ്ലക്സ് ആക്കേണ്ട കാര്യമില്ല. സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഫോറക്സിൽ തന്നെ ട്രേഡ് ചെയ്ത് വളരെ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് വെച്ചിട്ട് നിങ്ങൾ മെറ്റാട്രേഡർ 5ലേക്ക് പോകേണ്ട കാര്യമില്ല. മെറ്റാട്രേഡർ 4ൽ തന്നെ സ്റ്റിക്ക് ചെയ്യുക. അതായിരിക്കും കുറച്ചും കൂടി സിമ്പിൾ. കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് കുറച്ചും കൂടി കുറഞ്ഞു കിട്ടും. അതുപോലെ എന്താണ്, ട്രേഡ് ചെയ്യാനുള്ള ടൈം ഫ്രെയിമുകൾ. നിങ്ങൾക്കറിയാം മെറ്റാട്രേഡർ 4ൽ കുറച്ച് ടൈം ഫ്രെയിമുകളുണ്ട്, മെറ്റാട്രേഡർ 5ലും കുറച്ച് ടൈം ഫ്രെയിമുകളുണ്ട്. എന്നാൽ മെറ്റാട്രേഡർ 5ൽ എന്താണ്, 4നെ അപേക്ഷിച്ച് ഒരുപാട് ടൈം ഫ്രെയിമുകൾ കൂടുതലുണ്ട്. അതായത് 2 മിനിറ്റ്, 3 മിനിറ്റ്, അത്തരത്തിൽ കുറേ ടൈം ഫ്രെയിമുകളുണ്ട്. 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്. അത്തരത്തിൽ ഒരുപാട് ടൈം ഫ്രെയിമുകൾ മെറ്റാട്രേഡർ 5ലുണ്ട്. എന്നാൽ മെറ്റാട്രേഡർ 4ൽ എന്താണ്, ലിമിറ്റഡ് ടൈം ഫ്രെയിമുകൾ മാത്രമേ ഉള്ളൂ. ഇവിടെയും നിങ്ങൾ ചിന്തിക്കേണ്ട എന്താണ്, എന്തിനാണ് നിങ്ങൾക്ക് ഇത്രയധികം ടൈം ഫ്രെയിമുകൾ. മെറ്റാട്രേഡർ 5ൽ ഒരുപാട് ടൈം ഫ്രെയിം ഉണ്ട്, പക്ഷെ അതൊന്നും എന്താണ് നമുക്ക് ആവശ്യം വരുന്നില്ല. അതാണ് ചിന്തിക്കേണ്ടത്. മെറ്റാട്രേഡർ 5ൽ ഇത്തരത്തിൽ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ടൈം ഫ്രെയിമുകളൊന്നും നമുക്ക് ആക്ച്വലി ആവശ്യം വരുന്നില്ല. നമുക്ക് എന്ത് മതി, മെറ്റാട്രേഡർ 4ലുള്ള ആ സിമ്പിളായിട്ട് അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ടൈം ഫ്രെയിമുകൾ മാത്രമേ നമുക്ക് ഫോറക്സ് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റബിൾ ആവാൻ ആവശ്യമായിട്ടുള്ളൂ. അതുകൊണ്ട് വെറുതെ എന്താണ് ഒരുപാട് ടൈം ഫ്രെയിം പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് വെച്ചിട്ടും നമുക്ക് മെറ്റാട്രേഡർ 5ന്റെ ആവശ്യം വരുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത്തരത്തിലുള്ള ടൈം ഫ്രെയിമുകൾ വേണം. അത് വെച്ച് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മെറ്റാട്രേഡർ 5 ചൂസ് ചെയ്യാം. ഞാൻ പ്രിഫർ ചെയ്യുന്നത് എന്താണ്, മെറ്റാട്രേഡർ 4 തന്നെയാണ്. അതിലെ ടൈം ഫ്രെയിം തന്നെ നമുക്ക് ധാരാളമാണ് ട്രേഡ് ചെയ്യാൻ.
ഇൻഡിക്കേറ്ററുകൾ മെറ്റാട്രേഡർ 5-ൽ എന്താണ് കുറച്ച് ഇൻഡിക്കേറ്ററുകൾ അധികമായിട്ട് അവൈലബിൾ ആണ്. മെറ്റാട്രേഡർ 4-നെ സംബന്ധിച്ച് കുറച്ച് ഇൻഡിക്കേറ്ററുകൾ കൂടുതൽ ഏതിലുണ്ട് മെറ്റാട്രേഡർ 5-ൽ. അത് തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്നിരുന്നാലും അത് മാത്രം നിങ്ങൾ ചൂസ് ചെയ്യേണ്ട കാര്യമില്ല. മെറ്റാട്രേഡർ 4-ലും നിങ്ങൾക്ക് ഇതേ ഇൻഡിക്കേറ്ററുകളൊക്കെ അവൈലബിൾ ആക്കാൻ സാധിക്കും. പുറത്തുനിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത് തീർച്ചയായിട്ടും പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. എന്നിരുന്നാലും എന്താണ് ഇൻഡിക്കേറ്ററുകളുടെ കാര്യം വെച്ച് നോക്കിയാൽ തീർച്ചയായിട്ടും മെറ്റാട്രേഡർ 5 തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. ഇൻഡിക്കേറ്ററുകൾ കുറച്ച് കൂടുതൽ അവൈലബിൾ ആണ്. ട്രേഡിങ്ങിന്റെ ഓട്ടോമേഷൻ, അതായത് ബോട്ട് ഉപയോഗിച്ച് എക്സ്പേർട്ട് അഡ്വൈസേഴ്സ് ഉപയോഗിച്ച് നിങ്ങൾ ട്രേഡിംഗ് ഓട്ടോമാറ്റിക് ആക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ അത്തരത്തിലുള്ള ഓട്ടോമാറ്റിക് ട്രേഡിംഗ് ആണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ പ്ലാറ്റ്ഫോം ഏതാണ്? മെറ്റാട്രേഡർ 5 ആണ്. എന്തുകൊണ്ടാണ്? MT4-ൽ ഉപയോഗിക്കുന്നത് MQL4 എന്നുള്ള ലാംഗ്വേജ് ആണ്, MT5-ൽ ഉപയോഗിക്കുന്നത് MQL5 ആണ്. എന്താണ് ഇവിടെ ഡിഫറൻസ് വരുന്നത്? ഈ ലാംഗ്വേജിലുള്ള ഡിഫറൻസ് അല്ല ആക്ച്വലി വരുന്നത്. MT5-ൽ എന്താണ് ബാക്ക് ടെസ്റ്റിംഗ് കുറച്ചുകൂടി സ്പീഡാണ്. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ബാക്ക് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് MT4-നെ അപേക്ഷിച്ച് വളരെയധികം ഫാസ്റ്റ് ആണ്. നിങ്ങൾക്ക് ഒരേ സമയത്ത് തന്നെ മൾട്ടിപ്പിൾ ബാക്ക് ടെസ്റ്റിംഗ് ഒക്കെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. കറൻസി പെയറുകൾ, പല കറൻസി പെയറുകളിൽ ഒരുമിച്ച് നിങ്ങൾക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങളുടെ ഒരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ പല കറൻസി പെയറുകളിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇയർലി ഒരു ഇയറിൻ്റെ ഫുള്ള് ബാക്ക് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. MT4-ൽ എന്താണ് നിങ്ങൾക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ MT5-നെ അപേക്ഷിച്ച് കുറച്ച് ലാഗ് ആയിരിക്കും, കുറച്ച് സമയം കൂടുതലായിരിക്കും ബാക്ക് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ നമ്മളൊരു പ്ലാറ്റ്ഫോം സെലക്ട് ചെയ്യും. MT5-ന് എന്താണ് ഇനി ഒരുപാട് പ്രത്യേകതകളുണ്ട്, ഒരുപാട് അഡീഷണൽ ഫീച്ചേഴ്സ് ഉണ്ട്. അതിനെപ്പറ്റിയൊന്നും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല. ഒരുപാട് പേര് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതൊന്നും നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. കാരണം എന്താണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ MT4-ൽ തന്നെ അവൈലബിൾ ആണ്. MT4-ൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ അത് തന്നെ യൂസ് ചെയ്താൽ മതി. എന്തിനാണ് വെറുതെ കോംപ്ലക്സ് ആക്കുന്നത് നിങ്ങളുടെ കാര്യങ്ങൾ? നിങ്ങൾക്കൊരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോം വേണം. നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങളുടെ സ്ട്രാറ്റജി നിങ്ങൾക്ക് നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റണം. നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റണം. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ടൂൾസൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റണം. ഗ്ലിച്ചസ് ഒന്നും വരാതെ ട്രേഡിംഗ് ഒക്കെ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എന്താണ് അത്തരത്തിലുള്ള പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് ആവശ്യമുള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുള്ള ടൈം ഫ്രെയിമുകൾ വേണം. അതൊക്കെ എന്താണ് MT4-ൽ അവൈലബിൾ ആണ്. പിന്നെ എന്തിനാണ് നിങ്ങൾ MT5-ലേക്ക് ചിന്തിക്കുന്നത് എന്നാണ്. MT5 ഒരിക്കലും ഉപയോഗിക്കേണ്ട എന്നല്ല പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സിമ്പിളായിട്ട് ട്രേഡ് ചെയ്യാനാണ് ആഗ്രഹമെങ്കിൽ, പ്രത്യേകിച്ച് എന്താണ് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നത് ഒരുപാട് പേരും എന്താണ് ബിഗിനേഴ്സാണ്, ഭൂരിഭാഗം പേരും ബിഗിനേഴ്സാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കി ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ MT4 തന്നെ ചൂസ് ചെയ്യുക. കുറച്ചും കൂടി നിങ്ങൾക്ക് ഇത്തരത്തിൽ ഞാൻ ഈ പറഞ്ഞ ടൂൾസുകളൊക്കെ ആവശ്യമാണ്. ഇത്തരത്തിൽ ഓട്ടോമേഷൻ, ട്രേഡിംഗ് ഓട്ടോമേഷനൊക്കെ ആവശ്യമാണ്. അത്തരത്തിലുള്ളവർക്ക് എന്താണ് തീർച്ചയായിട്ടും MT5 ചൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടാവും നിങ്ങളുടെ ബ്രോക്കർ സൈറ്റിൽ MT4-ഉം കാണുന്നുണ്ടാകും, MT5-ഉം കാണുന്നുണ്ടാകും. MT4 മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന ബ്രോക്കേഴ്സ് ഉണ്ട്. അവിടെ എന്താണ് അവിടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് വെച്ചിട്ട് എല്ലാ ബ്രോക്കറും സിമിലർ അല്ല. ഇവിടെയും വ്യത്യാസം വരുന്നത് എന്താണ്? ചില ബ്രോക്കേഴ്സിൻ്റെ എന്താണ് MT4 കോമ്പാറ്റബിൾ തന്നെയാണ്, അതുകൊണ്ട് അവർ തന്നെ അത് പ്രൊവൈഡ് ചെയ്യും. എന്നാൽ മറ്റ് ചില ബ്രോക്കേഴ്സ് MT4 നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് നടുവിലൊരു ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് മറ്റ് സർവീസുകൾ നടുവിൽ വെച്ചിട്ട് അതുവഴിയാണ് നിങ്ങൾക്ക് MT4-ലേക്ക് കണക്ഷൻ ഒക്കെ തരുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ നടുവിലൊരു സെറ്റപ്പ് വെച്ചിട്ട് അതുവഴി കണക്ഷൻ തന്നിട്ടാണ് നിങ്ങൾ MT4-ലേക്ക് ലോഗിൻ ചെയ്യുന്നതും തിരിച്ച് MT4-ഉം തിരിച്ച് ബ്രോക്കറുമായിട്ട് കണക്ട് ചെയ്യുന്നതൊക്കെ. നടുവിലൊരു കണക്ഷൻ കൂടിയുണ്ട്. അവിടെ എന്താണ് ആ ഒരു കണക്ഷൻ എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ, ആ നടുവിലെ കണക്ഷൻ എന്തെങ്കിലും പ്രശ്നം വരികയോ ലാഗ് വരികയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ MT4 പ്ലാറ്റ്ഫോമിനെ തീർച്ചയായിട്ടും അത് ബാധിക്കുന്നതാണ്. അതുകൊണ്ട് ബ്രോക്കറെ ചൂസ് ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. MT4 പ്രൊവൈഡ് ചെയ്യുന്ന MT5 പ്രൊവൈഡ് ചെയ്യുന്ന നിലവിലുള്ള, പ്രത്യേകിച്ച് നമ്മളെന്താണ് ഈ വീഡിയോ കാണുന്നവർ മലയാളീസ് ആയിരിക്കും തീർച്ചയായിട്ടും. നമ്മുടെ മലയാളത്തിലെ വീഡിയോ ആണല്ലോ. നമുക്ക് ഏറ്റവും നല്ല ബ്രോക്കർ ഏതാണ്? ഒരു സംശയവുമില്ല, അത് FXTM ആണ്. വീണ്ടും ആവർത്തിക്കുകയാണ്, നിങ്ങൾ ലൈവ് അക്കൗണ്ട് ഒക്കെ ഓപ്പൺ ആക്കുകയാണെങ്കിൽ ഡയറക്റ്റ് പോയിട്ട് ഒരു വെബ്സൈറ്റ് പോയിട്ട് നിങ്ങൾ ഓപ്പൺ ആക്കാൻ വേണ്ടി പാടില്ല. നിങ്ങൾ എന്ത് ചെയ്യുക? FXTM-ന്റെ ലൈവ് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ തന്നെ കയറി നിർബന്ധമായിട്ട് നിങ്ങൾ ഓപ്പൺ ആക്കുക. കാരണം എന്താണ്? കൂടുതൽ എക്സ്ട്രാ സപ്പോർട്ട് എന്നുള്ളത് നമുക്ക് എപ്പോഴും ആവശ്യമായിട്ട് വരുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് വിഡ്രോയിൻ്റെ ഒക്കെ ഇഷ്യൂസ് വരുന്ന സമയങ്ങളിൽ, വിഡ്രോയിലിനൊക്കെ പല കാരണങ്ങൾ കൊണ്ട് ഇഷ്യൂസ് വരുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം. ആ ഇഷ്യൂസ് ഇല്ലാതിരിക്കാൻ മറ്റു പല മാർഗ്ഗങ്ങളിൽ നിങ്ങൾക്ക് വിഡ്രോയിൽ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? വളരെ സിമ്പിളായിട്ട് ഇത്തരത്തിലുള്ള സൊല്യൂഷൻസ് ഒക്കെ കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് എന്താണ് സപ്പോർട്ട് ആവശ്യമാണ്. ആ സപ്പോർട്ട് കിട്ടാൻ മലയാളത്തിൽ തന്നെയുള്ള അത്തരത്തിൽ വളരെ മികച്ച സപ്പോർട്ട് കിട്ടാൻ നിങ്ങൾ എന്ത് ചെയ്തിരിക്കുക? ആ ലിങ്ക് വഴി തന്നെ അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളിനി അങ്ങനെ ഓപ്പൺ ആക്കുന്നില്ല, അതൊക്കെ നിങ്ങളുടെ കാര്യമാണ്, നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾക്ക് ഇത്തരത്തിൽ എക്സ്ട്രാ സപ്പോർട്ട് വേണമെങ്കിൽ ആ ലിങ്ക് വഴി ഓപ്പൺ ആക്കാം, അല്ലെങ്കിൽ വേണ്ട നിങ്ങൾക്ക് ഡയറക്റ്റ് ഓപ്പൺ ആക്കിയാൽ മതി. നിങ്ങൾക്ക് ഇത്തരത്തിൽ യാതൊരു സപ്പോർട്ടും ആരുടെ സപ്പോർട്ടും വേണ്ട, സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തുകൊള്ളും. ഡയറക്റ്റ് ഓപ്പൺ ആക്കിയാൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഓപ്പൺ ആക്കാം. നിങ്ങൾക്ക് ഞാൻ പ്രിഫർ ചെയ്യുന്നു എന്ന് മാത്രം, ഏറ്റവും നല്ലത് നിങ്ങൾക്ക് പ്രിഫർ ചെയ്യണം എന്നുള്ളത് കൊണ്ട് പ്രിഫർ ചെയ്യുന്നു എന്ന് മാത്രം. ചോയ്സ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെയാണ്.
മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വിട്ടുപോയത് MT4ലെ ഓർഡർ ടൈപ്പുകളെ കുറിച്ചിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാലോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, പ്രീവിയസ് വീഡിയോസ് കണ്ടവരാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പ്ലേലിസ്റ്റ് ഫുൾ പ്ലേലിസ്റ്റ് ആക്കി ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യത്തെ വീഡിയോ മുതൽ തന്നെ ഫോളോ ചെയ്ത് വരിക. ഓർഡർ ടൈപ്പുകളുണ്ട്, പല ഓർഡർ ടൈപ്പുകൾ MT4ൽ അവൈലബിൾ ആണ്. MT5ൽ എന്താണ് 2 ഓർഡർ ടൈപ്പുകൾ എക്സ്ട്രാ അവൈലബിൾ ആണ്. അതിലേക്ക് ഞാൻ ഡീറ്റെയിൽസിലേക്കൊന്നും കടക്കുന്നില്ല. ഈ ഓർഡർ ടൈപ്പുകളെ കാര്യമൊക്കെ നമ്മൾ വിശദമായിട്ട് പ്രീമിയം മെമ്പർഷിപ്പിൽ സംസാരിക്കുന്നുണ്ട്. പ്രീമിയം മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ, ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ പ്രീമിയം മെമ്പർഷിപ്പിന്റെ അപ്ഡേറ്റ് തീർച്ചയായിട്ടും അവിടെ വരുന്നതാണ്. ആ ലിങ്ക് കൊടുത്തിരിക്കുന്നത് പബ്ലിക് ഗ്രൂപ്പിന്റെയാണ്. നിങ്ങൾ നിർബന്ധമായിട്ടും ആ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തേക്കുക. കാരണം എന്താണ്, പബ്ലിക് ഗ്രൂപ്പാണ്. നിങ്ങളെപ്പോലെയുള്ള ഒരുപാട് ട്രേഡേഴ്സ് അവിടെ ഉണ്ട്. യാതൊരു വിധത്തിലുള്ള പെയ്ഡ് ഗ്രൂപ്പുമല്ല, ഫ്രീ ആയിട്ടുള്ള പബ്ലിക് ഗ്രൂപ്പാണ്. അത്തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈവ് വ്യൂ ഡിസ്കസ് ചെയ്യാൻ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർക്കാനൊക്കെ ഗ്രൂപ്പ് തീർച്ചയായിട്ടും ഉപകാരപ്രദമായിരിക്കും. ആ കാര്യം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും അത്തരത്തിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകുക. ഫോറക്സ് റിലേറ്റഡ് ആയിട്ട് എന്ത് കാര്യം അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്തേക്കുക. ഓൾറെഡി കമൻറ്റ് ചെയ്തവരുടെ ഒരുപാട് കമൻറ്റ് പെൻഡിങ്ങിൽ ഞാൻ കണ്ടു. ഞാൻ റിപ്ലൈ ചെയ്യാത്ത ഒരുപാട് കമൻറ്റുകളുണ്ട്. നിങ്ങൾക്ക് ഇനിയും സംശയങ്ങൾ ബാക്കിയാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഈ വീഡിയോൻ്റെ താഴെ നിങ്ങൾക്ക് ഫോറക്സ് റിലേറ്റഡ് എന്ത് സംശയം ചോദിക്കാവുന്നതാണ്. ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്തേക്കുക. അടുത്തൊരു വീഡിയോയിൽ ആ കമൻസിനൊക്കെ മൊത്തമായിട്ട് മറുപടി തരുന്നതാണ്. അതുകൊണ്ട് എന്ത് സംശയവും ബാക്കിയുണ്ടെങ്കിൽ, സംശയം എന്താണ്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും സംശയം വരണം, അത് നിങ്ങൾ ക്ലിയർ ചെയ്യണം, നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് എന്ത് സംശയമാണെങ്കിലും, അതിപ്പോൾ എത്തരത്തിലുള്ള ബിഗിനർ ആണെങ്കിലും, നിങ്ങൾ ബിഗിനർ ആണെങ്കിലും പ്രൊഫഷണൽ ആണെങ്കിലും എന്ത് സംശയമാണെങ്കിലും എന്താണ്, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അടുത്തൊരു വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് ആ സംശയങ്ങൾക്കൊക്കെയുള്ള ഉത്തരം തരുന്നതായിരിക്കും. അതുകൊണ്ട് ആ വീഡിയോയിൽ നമുക്കിനി കാണാം. എല്ലാവർക്കും നന്ദി.